മുതൽ നസ്രാണി വരെ എന്നുള്ളതാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. അതിലൊരു അപകടമുള്ളത് ഒരു വിഭാഗത്തെ ഒഴിവാക്കുന്നു എന്നുള്ള ആശങ്കയുണ്ട്. നിങ്ങൾ ഒരു കാര്യം തീർത്തും മനസ്സിലാക്കിക്കോണം. വർഗീയതയ്ക്കെതിരായിട്ട് കേരളത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷവും CPM-ഉം. ഇന്ത്യയിൽ ഒരു ബദൽ ഈ രാജ്യത്ത് കാണിച്ചു കൊടുത്തവരാണ് ഞങ്ങൾ. ഈ കഴിഞ്ഞ 10 വർഷക്കാലം എന്താണ് കേരളത്തിൽ വർഗീയ കലാപങ്ങളില്ലാത്തത്? ബഹുമാനായ ആന്റണി സാർ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴല്ലേ മാറാട് കലാപം നടന്നു? നമ്മൾ മറന്നുപോയി. ഈ ആലപ്പുഴ കലാപം നടന്നില്ലേ UDF-ന്റെ ഭരണകാലത്ത്? വിഴിഞ്ഞത്ത് കലാപം നടന്നില്ലേ UDF-ന്റെ ഭരണകാലത്ത്? ഈ കേരളത്തിൽ എത്രയോ വർഗീയ കലാപങ്ങൾ UDF-ന്റെ ഭരണകാലം നടന്നെങ്കിൽ 10 വർഷം അല്ലെ VS അച്യുതാനന്ദൻ ഭരിച്ച 5 വർഷം കേരളത്തിൽ വർഗീയ കലാപം നടന്നിട്ടില്ല. ഒരു വർഗീയവാദികളോട് സന്ധി ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ വർഗീയതയ്ക്ക് നിലപാട് സ്വീകരിക്കും. ഇവിടെ പ്രശ്നം എന്താ? ന്യൂനപക്ഷ വർഗീയതയോ ഭൂരിപക്ഷ വർഗീയതയോ പ്രോത്സാഹിപ്പിച്ച് വോട്ട് പിടിക്കാൻ വേണ്ടി UDF എന്ന് നടത്തുന്ന തരംതാണ രാഷ്ട്രീയമാണ് കേരളത്തിൽ വർഗീയത വളർത്തുന്നത്. അതാണ് RSS ഒരു ഭാഗത്ത് പറയുന്നത്. RSSന്റെ മറുഭാഗം പറയുന്നത് ലീഗാണ്. ന്യൂനപക്ഷ വർഗീയത പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർ നിൽക്കുന്നു. ഇപ്പോഴത്തെ RSS ഭൂരിപക്ഷ വർഗീയവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ്റും മുന്നണിയും കേരളത്തിൽ ഭരിക്കുന്നത് കൊണ്ടാണ് മനസമാധാനത്തോടെ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ഇല്ലാത്ത തലത്തിൽ സമാധാനത്തോടെ കേരളത്തിൽ ജനങ്ങൾ ജീവിക്കുന്നത്. ഇവിടെ എല്ലാവരുടെയും വിശ്വാസങ്ങൾ സംരക്ഷിക്കും, ആചാരാനുഷ്ഠാനങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാകും, എല്ലാ മതസംഘടനകൾക്കും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ അർത്ഥത്തിലും കേരളം അതിൻ്റെ മതേതരത്വം കാത്തുസൂക്ഷിക്കുന്നുണ്ട്. എന്നാൽ വർഗീയതയോട് യാതൊരു സന്ധിയും ഞങ്ങൾ കാണിക്കാറില്ല. ആ സാഹചര്യത്തിൽ കേരളത്തിൽ എന്തിനാണ് ഇന്ന് ഈ മതനിരപേക്ഷത നിലനിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ കാണും, നിലപാടുകൾ കാണും. പക്ഷേ ഒരു സമുദായ പ്രസ്ഥാനം നടത്തിയ അതിൻ്റെ ആധ്യാത്മിക ആചാര്യൻ അദ്ദേഹം തന്നെ ആ സമ്മേളനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു, ഇത്തരം കാര്യങ്ങൾ പറയേണ്ട വേദി ഇതല്ല എന്ന് ശക്തമായി തന്നെ അദ്ദേഹം പറയുണ്ടായി. അപ്പോൾ ബഹുമാന്യായ കാന്തപുരം മുസ്ലിയാർ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് ഞാനും പറഞ്ഞത്. അത്തരം ഒരു വേദിയിൽ പറയാൻ പാടില്ല. ഇനി തിരിച്ച് ഹൈന്ദവ ആചാര്യന്മാർ പങ്കെടുക്കുന്ന ഒരു സമ്മേളനത്തിൽ ഇടതുപക്ഷത്തിൻ്റെ വലതുപക്ഷത്തിൻ്റെ നേതാവ് പോയിട്ട് മുസ്ലിമിനെ പറയാമോ? മുസ്ലിമിൻ്റെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ ഞങ്ങളെ മുഖ്യമന്ത്രി കാറെ കയറ്റി എന്ന് പറയാമോ? ഇത് രണ്ടും അപകടമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് ഇല്ലാഞ്ഞിട്ടല്ല. ഈ കേരളത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാതീയമായ വർഗീയമായ ചേരിതിരിവുണ്ടാക്കി ആശയക്കുഴപ്പമുണ്ടാക്കി ഇവിടുത്തെ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് പിടിക്കാൻ കഴിയുമോ എന്ന ഒരു അടവാണ് ആ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ഗണ്യമായ ജനവിഭാഗം പങ്കെടുത്ത ഒരു സമ്മേളനത്തിൽ അദ്ദേഹം കാണിച്ചത്, അദ്ദേഹം പറഞ്ഞത്. അതിനാണ് പ്രതിഷേധാർഹമെന്ന് പറഞ്ഞത്. അത് KPCC യോഗത്തിൽ പറയാം, അല്ലെ പൊതുസമ്മേളനത്തിൽ പറയാം, അല്ലെ പത്രമാധ്യമ സുഹൃത്തുക്കളെ നിങ്ങളെ വിളിച്ച് പറയാം. ഇങ്ങനെ കാറെ കയറ്റി ശരി, ഈ കാറെ കയറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം പോലെ ഇങ്ങനെ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് എന്താണ്? അത്ര അനുഭവത്തിലാണോ കേരളത്തിലെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ? അദ്ദേഹം ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ നേതാവല്ലേ. അദ്ദേഹത്തെ നിലപാട് കാണും. ഞങ്ങളാരും അദ്ദേഹത്തിൻ്റെ നിലപാടത്തിനൊന്നും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതായത് ചർച്ച വരുമല്ലോ. സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അതാണല്ലോ ചേരിതിരിവുണ്ടാക്കാൻ അപകടകരമായ അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല. ഏത് നേതാവാണിത്? അങ്ങനെ വരുമ്പോൾ അപ്പുറവും ഇപ്പുറവും ഒക്കെ സംഘടിക്കും. അത് ഈ കേരളത്തിൽ അപകടം ഉണ്ടാകും. നിങ്ങൾ കാസർഗോഡ് നഗരസഭയുടെ റിസൾട്ട് പരിശോധിച്ചാൽ മതി. ആർക്കൊക്കെ എവിടെയൊക്കെ ഭൂരിപക്ഷം ഉണ്ടോ ആ സമുദായത്തിൽപ്പെട്ടവർ ജയിക്കത്തുള്ളൂ. ഇനി സമുദായത്തിന് ഭൂരിപക്ഷം ഇല്ലാത്ത എവിടെ നിന്നാലും ജയിക്കത്തില്ല. അങ്ങനെ കേരളം പോകണോ? ഇന്ത്യയിലെ പല സ്റ്റേറ്റും അതിലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മലപ്പുറത്ത് നടന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചു വന്നവരുടെ പേരൊക്കെ എടുത്ത് വായിച്ചു നോക്ക്. എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി? അങ്ങനെ പോകാൻ പാടുണ്ടോ? കാസർഗോഡ് മുനിസിപ്പാലിറ്റി എടുത്ത് നോക്ക്. നിങ്ങളിത് ഉത്തർപ്രദേശും മധ്യപ്രദേശും ആക്കാൻ ശ്രമിക്കരുത്. ഇവിടെ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാവരും ഒരു അമ്മപറ്റ മക്കളെ പോലെ ജീവിക്കുന്ന സ്റ്റേറ്റാണ്. ഇവിടെ എല്ലാവർക്കും പ്രവർത്തിക്കണം, എല്ലാവരും മത്സരിക്കണം, എല്ലാവർക്കും ജനാധിപത്യത്തിൽ പങ്കെടുക്കാൻ അവകാശമുണ്ട്. അതിനെ വർഗീയമായ ചേരിതിരിവുണ്ടാക്കി അതിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇരുവിഭാഗം സംഘടിക്കും. ആ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനമാണ് പ്രതിപക്ഷ നേതാവ് കൊടുത്തത്. അതാണ് ഞാൻ ഉന്നയിച്ചത്. കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്നിടത്തോളം കാലം, CPM ഉള്ളിടത്തോളം കാലം ഒരു വർഗീയ ധ്രുവീകരണം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല.